Good morning, all. Good morning. Good morning. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫോൺ മ്യൂട്ട് ആക്കേണ്ട വരെ. അത് നമ്മളെ നമുക്ക് ഇൻട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ ഓപ്ഷൻ നമുക്ക് പറ്റില്ല. കാരണം ഇപ്പൊ എല്ലാവരും പഠിച്ചു വരുന്നേ ഉള്ള ഓൺലൈനിൽ, അതുകൊണ്ടായിരിക്കാം സ്റ്റാർട്ടിങ്, അതുകൊണ്ടായിരിക്കാം. എന്നാലും നമ്മള് എന്താ പറയുക, മ്യൂട്ട് ചെയ്തില്ല എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഡിസ്റ്റർബ്. പരമാവധി സംവേദിക്കുമോ ഓഡിയോ ഒക്കെ ചെയ്യാൻ, വീഡിയോ ചെയ്യാം. പിന്നെ ആവശ്യം വരുമ്പോ അപ്പൊ നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ആക്കിയിട്ടില്ല, എല്ലാവരും മ്യൂട്ട് ആക്കിയൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ഡിസ്റ്റർബ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട്. അത് നിങ്ങളോട് എന്താ പറയുക, പൊരുത്തപ്പെട്ട് വന്നോളൂ. സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്സായതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്യുന്ന ഓപ്ഷൻ അറിയാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു. ഓക്കെ, വോയിസ് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മെസ്സേജ് വരുന്നത് ഞങ്ങൾക്കത് വായിച്ച് ഇൻഫോം ചെയ്യാം. ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നില്ല, സൗണ്ട് കുറവാണെന്ന്, വോയിസ് ക്ലിയർ ആകുന്നില്ല എന്നാ പറയുന്നത്. ഹലോ, എന്റെ സംസാരത്തിൽ എന്തെങ്കിലും ക്ലിയർ വരാതിരിക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത്യാവശ്യം സൗണ്ടിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ അല്ല എന്നാ പറയുന്നത്. ടെക്നിക്കൽ എന്തെങ്കിലും ഇഷ്യൂ നോക്കട്ടെ. ബ്രേക്ക് ആവുന്നുണ്ടെന്ന് ഞാൻ എപ്പോഴും എന്താ പറയുന്നത്, നമ്മൾ സംസാരിക്കുന്നില്ല. ഇനിവേ നിങ്ങളൊക്കെ ഒന്നും ഞാൻ സംസാരിക്കുന്ന ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റാതെയുണ്ടോ? എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ കട്ടായി പോകുന്നു. ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂ ആണ്. ഞാൻ ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശരി.
ഹലോ, നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആണല്ലേ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിലെ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നെങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വോയിസ് ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്നവരും ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ ഇതിന് വേണ്ടി മാത്രം പഠിക്കാനൊക്കെ വന്നവരുണ്ടാവും. നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആക്കണ്ട, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ എന്ന വേർഡ് എങ്ങനെയാണ് ക്ലിയർ ആകുന്നില്ല എന്ന് കേട്ട് മെസ്സേജ് എടുത്തിട്ട് വോയിസ് ക്ലിയർ ആകുന്നില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ? വോയിസ് ക്ലിയർ ആവാത്തത് എല്ലാവർക്കും ആണോ, അല്ലെ കുറച്ച് പിള്ളേർക്ക് മാത്രമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു പുതിയ ക്ലാസ് റൂം ആയതുകൊണ്ടാണ് കേട്ടോ. മറ്റേ ക്ലാസ് നമുക്കത് ബാധിക്കാറില്ല. സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഓക്കെ ആയിക്കോളൂ. നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വോയിസ് എങ്ങനെയാ നോക്കി മെസ്സേജ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. എന്നാ മെസ്സേജുകളൊക്കെ ഒന്ന് അയച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാം. നമുക്ക് സെറ്റ് ആവുന്ന വരെ എന്താണെന്ന് അറിയില്ല. സ്റ്റാർട്ടിംഗ് ക്ലാസ് ചെയ്യാം. ചെയ്യൂ. ഇനി മെസ്സേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ടാണ്
ആവുന്നുണ്ടോ? വോയിസ് ഓക്കെ ആണോ? വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. എന്റെ വോയിസ് ഓക്കെ ആണോ? യെസ് പറയുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാമോ? ഓക്കെ അല്ലേ? ഓക്കെ എന്ന് തന്നെ പറയുന്നുണ്ട്. എന്തോ ഒരു ടെക്നിക്കൽ ചെറിയൊരു ഇഷ്യൂ വന്നത് കൊണ്ടാണ്. നമുക്കത് നോക്കിയാക്കാം. ചെറിയ പ്രോബ്ലം വന്നതാണ്. സോറി. അപ്പോ നമ്മൾക്ക് ഇന്ന് സ്റ്റാർട്ടിംഗ് ക്ലാസ്സിൽ എന്താണ് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഇൻട്രോ ആണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ക്ലാസ്സിൽ പറയുന്നത്. ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് തുടങ്ങാം. എന്താണ് ഹോസ്പിറ്റൽ എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലേ? ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഇത്തിരി സമയം കളഞ്ഞത് ഫസ്റ്റ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഡിസ്കഷൻ നടത്താം. എന്തായാലും എന്റെ പേര് സോളി എന്നാണ്. നിങ്ങൾ എന്നോടൊപ്പം തന്നെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ചിലർക്ക് ആയിരിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ക്ലിയർ ആകുന്നില്ലേ? നിങ്ങൾ സ്റ്റാർട്ടിങ് അതേ തന്നെയാണോ? ക്ലിയർ അല്ല എന്ന് പറയാൻ ക്ലിയർ ചെയ്ത് അതേ വോയിസ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എന്താണ് അറിയില്ല. നിങ്ങള് ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കി ഓക്കെ ഓക്കെ. എന്താണ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നതെന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ചെയ്യണം. ചെറുതായിട്ടൊന്ന് ഞങ്ങളോടൊന്ന് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ വരാറില്ല. മറ്റു ക്ലാസ്സുകളൊന്നും കുഴപ്പമുണ്ടാവാറില്ല. ഇതിന് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഇതിന്റെ ഫസ്റ്റ് ഇതായതുകൊണ്ടാണ്
അറിയാൻ ടീച്ചർ, ഞാൻ മുമ്പേ ഉള്ള ഗ്രൂപ്പിൽ നിന്ന് ഇത് ചെയ്ത് ഇപ്പൊ ഇതിലോട്ട് ആയതാണ്. എനിക്കറിയാം. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവരോടും ഷെയർ ചെയ്തേനെ, കാരണം മറ്റു ക്ലാസ്സുകൾ അങ്ങനെ ഒന്നും ബാധിക്കാറില്ല. പക്ഷെ എന്തോ സംതിങ് സ്റ്റാർട്ടിങ് ക്ലാസ് ആയിട്ട് എന്തോ ഞങ്ങൾക്ക് അതൊരു ഫീലിങ്സ് ഉണ്ട്. എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് പ്രോബ്ലം എന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കും. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കിയാൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എനിവേ നമുക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദ ഇംഗ്ലീഷ് വേർഡ് ഹോസ്പിറ്റൽ. എല്ലാവരും കയ്യിൽ PDF ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ഹലോ, ഇൻട്രൊഡക്ഷന്റെ PDF നിങ്ങളുടെ കയ്യിൽ എല്ലാവരും കയ്യിലുണ്ടല്ലോ അല്ലേ? കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എനിവേ ആരെങ്കിലും കയ്യിൽ ഇല്ലാത്തവരുണ്ടോ? എന്തെങ്കിലും അത് എടുത്ത് വെക്കണേ. ഒന്ന് തന്നെ പറയുന്നത് ചിലർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ PDF കയ്യിൽ എടുത്തു വെക്കുകയാണെങ്കിലുള്ള ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മീനിങ്സ് ഒക്കെ ഉള്ള നോട്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് ഇല്ല എന്നാ പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും PDF അയച്ചു തന്നിട്ടുണ്ടാവുമല്ലോ എടുക്കാനായിട്ട്. എല്ലാ ദിവസവും രാവിലെ ആയിട്ടല്ലേ മിസ് ക്ലാസ്? എല്ലാ ദിവസവും ഈ ടൈമിലുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ് വരും. നിങ്ങളിപ്പോ എന്താ പേര്? ഇവിടെ തന്നെ പഠിച്ചിരുന്ന കുട്ടിയോട് ഞാൻ ചോദിക്കുകയാണ്, എന്താ പേര്? സുഹാന. ഞാൻ 1:30ക്കുള്ള ക്ലാസ്സിലായിരുന്നു. എനിക്കപ്പോ ആ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആദ്യത്തെ കുറച്ച് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സുഹാനക്ക് ഇത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ ക്ലാസ് ആയിട്ട്. മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അവർക്ക് അത് എന്തായിരിക്കും പ്രോബ്ലം എന്നൊക്കെ അത് ഉണ്ടാവും. അതുകൊണ്ട് ഒരാളെങ്കിലും സുഹാനെങ്കിലും നമ്മുടെ ഒപ്പം ഉണ്ടായത് നന്നായി. കാരണം ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് എന്തോ ഒരു സംതിങ് ടെക്നിക്കൽ ഇഷ്യൂ വന്നത് കൊണ്ടാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോ PDF നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കുറെ പേര്. അത് എന്തായാലും കിട്ടും. നമുക്ക് ഇതിനോടൊപ്പം തന്നെ കയ്യിലുണ്ടാകുമ്പോൾ ഇത് എന്താ പറയാ, ഇതിന്റെ മീനിങ്സ് ഒക്കെ നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എങ്കിൽ പരമാവധി നിങ്ങൾ ഒരു ലെക്ചർ നോട്ട്, അതായത് ഞാൻ ക്ലാസ് എടുക്കണതിനൊപ്പം ഒരു ലെക്ചർ നോട്ട് കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, പെട്ടെന്ന് ക്ലാസ് ആ PDF കൂടി കിട്ടുമ്പോൾ ഒത്തു നോക്കി പോകാനായിട്ട് എളുപ്പമായിരിക്കും. സാധാരണ PDF ഉണ്ടായെങ്കിൽ നമുക്ക് എന്താ പറയാ, അതിനോടൊപ്പം തന്നെ നോട്ട് ചെയ്ത് പോകാൻ എളുപ്പമായിരിക്കും. മറ്റു ക്ലാസ്സുകളിൽ ഇപ്പൊ സുഹാനയ്ക്ക് അറിയാൻ പറ്റും. മറ്റു ക്ലാസ്സുകൾ അങ്ങനെ ഇതിപ്പോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തായാലും ഒരു ചെറിയ സ്റ്റാർട്ടിങ് ഇത് ഉണ്ടാവും. അപ്പോ അത് നിങ്ങളുടെ കയ്യിൽ എന്തായാലും എത്തിയിരിക്കും, ടൈം എടുത്താലും. ഇപ്പോ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളിപ്പോ എന്താ പറയുക ചെറിയ PDF ലെക്ചർ നോട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഓൾറെഡി ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നായിരിക്കും. കറക്റ്റ് ടൈമിങ്ങില് ഇതെല്ലാം സേവ് ചെയ്ത് വന്നിരിക്കും. ഇത് എന്തോ ഒരു ചെറിയൊരു സംതിങ്. എനിവേ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ മെസ്സേജസ് ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ട് എല്ലാവരെയും മ്യൂട്ട് ആക്കിയിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഞാൻ ഇതാക്കും, കാരണം മറ്റുള്ളവർക്കും കേൾക്കാൻ പറ്റാതെ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, അവനവന്റെ എന്താ വോയിസ് ഓഫ് ചെയ്ത് വെക്കുക, വീഡിയോസും ഓഫ് ചെയ്ത് വെക്കുക, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ചെയ്യാതെ. പക്ഷെ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ ഒന്ന് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി കണ്ടിന്യൂസ് ഡിസ്റ്റർബ് ആണെങ്കിൽ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കും. പരമാവധി ഇവിടുന്നുള്ള ഇൻഫോർമേഷൻസ് ക്ലാസ് തുടങ്ങുമ്പോൾ എല്ലാവർക്കും അൺമ്യൂട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ടൈമില് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ററാക്ഷന് വേണ്ടിയിട്ട് ലാസ്റ്റ് 10 മിനിറ്റ്സ് ഉപയോഗിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ എന്താണ് പ്രോബ്ലംസ് ഒന്നും പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഓപ്ഷൻ അനുവദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ടൈമിൽ തുടങ്ങി ഞങ്ങൾ എന്താ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾ കൊടുത്തിട്ടാണ് ക്ലാസ് എടുക്കുക. ലാസ്റ്റ് 10 മിനിറ്റ്സിലാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. അല്ല, നിങ്ങൾക്ക് എല്ലാം എന്താ പറയാ മെസ്സേജ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എന്താ പറയാ മാനേജ്മെന്റിൽ നിന്ന് അറിയിക്കുന്നതാണ്. PDF-ന്റെ കാര്യമാണെങ്കിലും എക്സാമിന്റെ കാര്യമാണെങ്കിലും അവർ കൃത്യമായിട്ട് അറിയിച്ചോളൂ. എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ എന്താണ് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത് നോക്കിയാ. The English words hospitals, hostels, hotels and hospital are all according to
എറ്റമോളജി. അതായത് നമ്മൾ എന്താ എറ്റമോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്സ്. സ്റ്റഡി ഓഫ് വേർഡ്സ്. അപ്പൊ ഈ വേർഡ്സിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് എവിടെ നിന്നാന്നാ പറയുന്നത്? ഹോസ്പിറ്റൽസ്, ഹോട്ടൽസോ എന്നൊക്കെ പറയുന്നതിനൊക്കെ ഒരു എല്ലാത്തിനും ഒരു മീനിങ് ആണുള്ളത്. അതായത് അതിൽ ഇംഗ്ലീഷ് വേർഡില് സാധാരണയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. എന്താന്ന് നോക്കാം. റിലേറ്റഡ് ടു ദ Latin noun possesses a word having the opposite meaning, a guest or visitor, and one who provides lodging or entertainment for a guest or visitor. അതായത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലേ? എന്റെ വോയിസ് ഓക്കെ ആണല്ലോ അല്ലേ? എന്റെ വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക, എല്ലാവരും മ്യൂട്ട് ചെയ്തോളാം. അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ വേർഡ്സ് അതായത് ഹോസ്റ്റൽസ് ഹോട്ടൽസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ലാറ്റിൻ നോണിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് മീനിങ് ആണെങ്കിലും ഗസ്റ്റ് അല്ലെങ്കിൽ എന്താണ് സന്ദർശകർ, വിസിറ്റർ, അതായത് നമ്മുടെ വിരുന്നുകാരൻ, സന്ദർശകൻ എന്നുള്ള ഒരു മീനിങ്ങിൽ എടുക്കുമ്പോൾ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ്, ഒരു സന്ദർശകർക്ക് കൊടുക്കുന്ന ലോഡ്ജിങ് എന്ന് പറയുന്നത് താമസ സൗകര്യം അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ചെയ്യാനായിട്ട് വിനോദത്തിനൊക്കെ വേണ്ടി കൊടുക്കുന്ന ഒരു താമസ സൗകര്യം എന്ന നിലയിലാണ് പണ്ടത്തെ ഹോസ്പിറ്റൽ, ആ ഹോസ്റ്റൽ എന്നുള്ള മീനിങ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയി വരുന്നെന്ന് വിചാരിക്കുന്നു. അതായത് ആ വേർഡ് നമ്മുടെ ഹോസ്റ്റൽസ് അല്ലെങ്കിൽ ഹോട്ടൽസ്, ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്ന ആ വേർഡ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? who provides lodging or entertainment for a guest or a visitor. വിസിറ്ററിന് അല്ലെങ്കിൽ സന്ദർശകർക്ക് ഒക്കെ കൊടുക്കുന്ന എന്റർടൈൻമെന്റ് ചെയ്യാൻ, അത് വിനോദത്തിനും എന്താ പറയാ താമസത്തിനൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു പ്ലേസ് ആണ്. എ പ്ലേസ് വേർ ഗസ്റ്റ് ആർ റിസീവ്ഡ്, അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേസ് ആണ്. ഇപ്പോഴത്തെ മീനിങ്ങിലേക്ക് അല്ല കേട്ടോ, അത് സ്റ്റാർട്ടിങ് ആ ഹോസ്പിറ്റൽ എന്ന മെയിൻ ആ വേർഡ് ഡിറൈവ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ഫസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ from its gradual evolution through the 18th and 19th centuries, the hospitals in the eastern and western world has come of age only newly during the past 15 years or so. The concept of today's hospitals constrains basically from the old idea of a hospital as no more than a place for the treatment of the sick. നിങ്ങൾ ഒന്നിച്ച് ഈ സെന്റൻസ് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. അതായത് സാധാരണ രീതിയിൽ ഈ മീനിങ് ഒരു വിസിറ്റ്, ആ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ദർശകരുടെ പ്ലേസ് ആയിട്ടായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ അല്ലെ, പഴയ കാലഘട്ടത്തിൽ ആ മീനിങ് അത് ഡിറൈവ് ചെയ്ത് വരുന്നെങ്കിൽ ഈ ഗ്രാജുവൽ എവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പരിണാമം, അതൊക്കെ ആ വീടുകൾക്കും ആ ആറ്റിറ്റ്യൂഡിനൊക്കെ പരിണാമം സംഭവിച്ചിട്ട് വീണ്ടും അത് വരുമ്പോൾ 18th 19th സെഞ്ചുറീസ് ഒക്കെ കഴിയുമ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ ഇതിലൊക്കെ ആ ഒരു മേഖലയിലേക്കൊക്കെ വേർഡിലേക്കൊക്കെ വ്യാപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 50 ഇയേഴ്സിലേക്കൊക്കെ, അതൊക്കെ പഴയ കാലഘട്ടം കഴിഞ്ഞ് പുതിയ കാലഘട്ടത്തിലേക്ക് ഒരുപാട് എന്താ പറയാ ഗ്യാപ്പിന് ശേഷം ഇതെന്ന് പറയുന്ന ഈ കൺസെപ്റ്റ്, ഈ ഒരു ആശയം എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യസ്തമാണ്. ടുഡേയ്സ് ഹോസ്പിറ്റൽ കൺസ്ട്രക്റ്റിംഗ് ബേസിക്കലി, അതായത് കൺസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആയിട്ടാണ് അത് വരുന്നത്. ഒരു എന്റർടൈൻമെന്റിനും ഇതിനു വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്നത് രോഗം വരുന്ന വ്യക്തികളെ ചികിത്സിക്കാനുള്ള ഒരിതാണ് അല്ലെ, അങ്ങനെ ഒരു മൈൻഡാണ് ആക്ച്വലി നമ്മുടെ മൈൻഡിലേക്ക് വരിക. ആദ്യം ആ വേർഡ് വരുന്ന അതിൽ നിന്നും അതിലേക്ക് കൺസെപ്റ്റിലേക്ക് പോയാലും അല്ലെങ്കിൽ ഈ എന്താ പറയുക പേഴ്സൺസിന്റെ സിക്ക് അത് മാറ്റുക എന്നുള്ള ഒരു മീനിങ്ങിലേക്ക് പോയാലും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആറ്റിറ്റ്യൂഡാണ് നൗ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ടുഡേയ്സ് ഹോസ്പിറ്റലിന്റെ മീനിങ്ങിൽ വരുന്നത്. അതാണ് അവര് ഉദ്ദേശിക്കുന്നത്. അതായത് ടുഡേയ്സ് ഹോസ്പിറ്റൽസ് കൺട്രാസ്റ്റ് ബേസിക്കലി ഫ്രം ദ ഓൾഡ് ഐഡിയ ഓഫ് ഹോസ്പിറ്റൽസ് ആസ് നോ മോർ ദാൻ എ പ്ലേസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ സിക്ക്. അതായത് ഇപ്പൊ എന്താ പറയാ രോഗം വരുന്ന വ്യക്തികളെ ചികിത്സിക്കുന്ന ഒരു ഇടം മാത്രമല്ല എന്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? ആ വേർഡ് എന്ന് പറയുന്നത് വ്യത്യസ്ത മീനിങ്ങിലുള്ള ആശയങ്ങളിലൂടെ എടുത്തു കഴിഞ്ഞാല് അതൊരു എന്റർടൈൻമെന്റിനും അല്ലെങ്കിൽ എന്താ പറയുക താമസിക്കാനുള്ള സൗകര്യത്തിനുള്ള ഒരു ഇടമാണ്. പക്ഷെ അത് വീണ്ടും അതിന്റെ പരിണാമങ്ങളും ആ മാറ്റങ്ങളൊക്കെ സംഭവിച്ച് എന്താ പറയുക വെസ്റ്റേൺ വേൾഡും ഈസ്റ്റേൺ വേൾഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഒക്കെയുള്ള ഒരു തെക്ക് പടിഞ്ഞാറനായി മേഖലകളിലേക്കൊക്കെ ആ മേഖലകളിലൊക്കെ കടന്ന് ആദ്യം
ഹോസ്പിറ്റലിലൊക്കെ വരുന്നത് ഓരോ പ്ലേസുകളല്ലേ, അതൊക്കെ താഴേക്ക് വിവരിക്കുന്നുണ്ട്. അതിന്റെ ഹിസ്റ്ററി നെക്സ്റ്റ് ചാപ്റ്ററിൽ പ്രത്യേകിച്ചും പറയുന്നുണ്ട്, ഹിസ്റ്ററിയെ കുറിച്ച്. ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ് അടുത്ത ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ, അങ്ങനെ ആ ഒരു സെഞ്ചുറീസ് കഴിഞ്ഞ് എന്താ പറയുക, നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്തെന്ന് പറയുന്നത്, അങ്ങനെ എന്താ പറയുക, സന്ദർശനത്തിനുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ രോഗങ്ങൾ വരുമ്പോഴുള്ള എന്താ പറയുക ആശ്വാസത്തിന്, അതിന്റെ ട്രീറ്റ്മെന്റിന് മാത്രമുള്ള ഒരിടമല്ല എന്ന് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും മീനിങ്സ് ഒക്കെ കിട്ടേണ്ടതുണ്ടോ? ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങളുടെ കയ്യിൽ PDF ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടാണ്. എന്തായാലും നോക്കാം, എത്തിക്കാൻ പറ്റുമായിരിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമായിരിക്കും. എനിവേ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഇതിന്റെ എനിക്ക് തോന്നുന്നു എന്തായാലും ടെക്നിക്കലായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ എന്താന്ന് പറയാം. എന്തായാലും മാനേജ്മെന്റ് ഇൻഫോം ചെയ്യാം. PDF Gmail വഴിയാണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ കുറെ പറയുന്നുണ്ട് എനിക്കിപ്പോൾ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തു വെക്കണം. ഇപ്പൊ എനിക്ക് തോന്നുന്നു 13 ചാപ്റ്റേഴ്സ് ആണ് എന്താ പറയുക ഫസ്റ്റ് നമ്മുടെ പേപ്പറിലുള്ളത്. നമുക്ക് അപ്പൊ കിട്ടിയിട്ടില്ലാത്തവര് നിങ്ങൾ എന്താ പറയാ പരമാവധി മിക്കവാറും ഇൻഫോം ചെയ്യുമ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ പരമാവധി ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടാവും. ഓൾറെഡി ഇത് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി മീനിങ് ഒക്കെ ക്യാച്ച് ചെയ്ത് പോകാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ കിട്ടിയെന്ന് പറയുന്നവർക്ക് ഓക്കെ ഗുഡ്. അപ്പൊ നിങ്ങൾ എടുത്ത് വെക്കാം. അപ്പോ ഈ 13 ചാപ്റ്റേഴ്സും എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം വ്യത്യസ്ത ടീച്ചേഴ്സ് വ്യത്യസ്ത ചാപ്റ്റേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് പേപ്പറിലുള്ള വ്യത്യസ്ത ചാപ്റ്റേഴ്സ് ആയിരിക്കും വ്യത്യസ്ത ടീച്ചേഴ്സ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ എടുക്കുന്ന ഫസ്റ്റ് ലെസൺ ഇൻട്രൊഡക്ഷൻ, നെക്സ്റ്റ് ലെസൺ എന്ന് പറയുന്നത് ഹിസ്റ്ററി, അതായത് സെക്കൻഡ് ലെസൺ ആണ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. അത് രണ്ടുമാണ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യാനായിട്ട്. ഇപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ എളുപ്പമായിരിക്കും. എനിവേ നിങ്ങൾക്ക് സ്ക്രീൻ ഓക്കെ ആണല്ലോ അല്ലേ, നിങ്ങൾക്ക് വിസിബിൾ ആണല്ലോ അല്ലേ ഞാനിവിടെ ഇപ്പൊ തരുന്ന. അപ്പൊ അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാൻ നോക്കാം. എന്താണ് ഏതാ വേർഡ്, ഇംഗ്ലീഷ് വേർഡിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അത് ഗ്രാജുവലി എവല്യൂഷനൊക്കെ പരിണാമമൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ സെഞ്ചുറീസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കൺസെപ്റ്റിന്, ആ ആശയങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. ടുഡേയ്സ് ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ബേസിക്കലി ഫ്രം ദ ഓൾഡ് ഐഡിയ, അതൊക്കെ പഴയ ഐഡിയകളായി മാറി. പിന്നെ ഹോസ്പിറ്റൽ ആസ് നോ മോർ ദാൻ എ പ്ലേസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ, ഒരിക്കലും ട്രീറ്റ്മെന്റിന് മാത്രമുള്ള ഒരു പ്ലേസ് അല്ല എന്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ മനസ്സിലാക്കി തരും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഗുഡ്. അപ്പോ കറക്റ്റ് ഓക്കെ എന്ന് തന്നെ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, എന്റെ ക്ലാസ് കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ? പറ്റുന്നുണ്ട് മാഡം, പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Currently, the hospitals are not just seen as a healing center, but also as a place that actually promotes a healthful living. അതായത് കറന്റ്ലി എന്താ പറയുന്നത്, ഇത് രോഗശമനത്തിനുള്ള, എന്താണ് അതിന്റെ മീനിങ്? ഹീലിംഗ് എന്ന് പറയുമ്പോൾ രോഗശമനത്തിനുള്ള ഒരു സെന്റർ മാത്രമല്ല. കറന്റ്ലി ദ ഹോസ്പിറ്റൽസ് ആർ നോട്ട് ജസ്റ്റ് സീൻ ആസ് എ ഹീലിംഗ് സെന്റർ, ഒരിക്കലും രോഗശമനത്തിന് മാത്രമുള്ള സെന്റർ അല്ല, but also as a place that actually promotes a healthful living. അല്ലെ, നമ്മുടെ ഈ കാലഘട്ടത്തില് രോഗം വരുന്നവര് മാത്രമല്ല ഹോസ്പിറ്റലിൽ പോകുന്നത്, ആണോ? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, രോഗം വരുന്നവര് മാത്രമാണോ? അല്ല, ഇടയ്ക്ക് ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോകും അല്ലെ. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ആ ബോഡിയുടെ ഹെൽത്തി ആയിട്ടുള്ള ബോഡി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്ക് നമ്മൾ പോകും അല്ലെ. ചിലവർക്ക് മാനസികമായ ഒരു പ്രോബ്ലം ഒക്കെ തോന്നുമ്പോ എന്താ അവര് ചില ഇതിലേക്ക് പോകും, ട്രീറ്റ്മെന്റിലേക്ക് പോകും. അപ്പൊ അവര് രോഗം വരുമ്പോ മാത്രമല്ല എന്താ ഹോസ്പിറ്റലിൽ പോകുന്നത് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. കറന്റ്ലി ദ ഹോസ്പിറ്റൽസ് ആർ നോട്ട് ജസ്റ്റ് സീൻ ആസ് എ ഹീലിംഗ് സെന്റേഴ്സ്, ബട്ട് ഓൾസോ ആസ് എ പ്ലേസ് ദാറ്റ് ആക്ച്വലി പ്രൊമോട്ട്സ് ഹെൽത്ത്ഫുൾ ലിവിംഗ്. നമ്മുടെ ഹെൽത്ത്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് അതിലേക്ക് ആ ഒരു ചുവട് വെക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഹോസ്പിറ്റൽ യൂസ് ചെയ്യുന്നത്. The general public would prefer to visit a hospital that offers many facilities rather than going to a hospital that only satisfy the patient's care. Generally, സാധാരണയായിട്ട് അല്ലെ, മോസ്റ്റ് ഓഫ് പീപ്പിൾ എന്താണ് നമ്മുടെ പേഷ്യൻസിന്റെ
രോഗികളായിട്ടുള്ള പേഷ്യൻസിന്റെ കെയറിന് വേണ്ടിയിട്ട് കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള നല്ല നല്ല ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ പ്രിഫർ ചെയ്യും. കാരണം മറ്റു ഹോസ്പിറ്റലിനേക്കാൾ അല്ലെ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഹോസ്പിറ്റൽ തന്നെ കോമ്പറ്റീഷനാണ്. അപ്പൊ ഈ കോമ്പറ്റീഷൻ നിറഞ്ഞ ഹോസ്പിറ്റലില് കുറച്ച് ഫിനാൻഷ്യലി നമുക്ക് എന്താ ഒരുപാട് ഫിനാൻസ് പേ ചെയ്യാതെ തന്നെ നല്ല ട്രീറ്റ്മെന്റ് നല്ല സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന ഇതാണ് എങ്കിൽ ഇപ്പൊ എന്താ പറയുക, നവേ ഡേയ്സിൽ ഇൻഷുറൻസ് പാക്കേജ് വരെയുണ്ട് എല്ലാത്തിനും, പണ്ടത്തെ മാതിരിയല്ല. അപ്പൊ ആ കാലഘട്ടത്തില് എന്താ നമുക്ക് അതുമായി ബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ജനങ്ങൾ തയ്യാറാവും. The general public would prefer, അവര് കൂടുതൽ പ്രിഫർ ചെയ്യും to visit a hospital that offers many facilities rather than going to a hospital that only satisfy the patient's care. Okay, next. With the concept, the image of the hospitals gradually become good and they are being raised again from just being the centers for medical care and treatment to a facility providing comprehensive, preventive, curative and rehabilitation services. അതായത് താഴെ പറയുന്ന ഇതുകൾ വേർഡുകൾ നിങ്ങൾ നോട്ട് ചെയ്യാം. കോംപ്രിഹെൻസീവ് എന്ന് വെച്ചിട്ട് നമ്മൾ എന്താ പറയാ, മറ്റ് ഇതികളൊക്കെ പറയുന്നത് പ്രധാന പ്രസ്ഥാനങ്ങളൊക്കെ പറയുന്നത് സമഗ്രമായ വളർച്ചയ്ക്കും ഉന്നമനത്തിൽ എന്നൊക്കെ പറയുന്ന മാതിരി കോംപ്രിഹെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമഗ്രമായ. പ്രിവെന്റീവ് എന്ന് വെച്ച് കഴിയുമ്പോൾ എന്താ, പ്രിവെന്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധം അല്ലെ, രോഗത്തിന് പ്രതിരോധം, രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് പൊതുവെ നമ്മൾ എന്തെങ്കിലും വാക്സിനേഷനും എല്ലാം എടുക്കുന്നത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ പ്രതിരോധം അല്ലെങ്കിൽ ക്യൂറേറ്റീവ് എന്ന് വെച്ചിട്ട് ആ രോഗശമനം വേർഡുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടാത്തത്. അതുകൊണ്ടാണ് ഞാൻ ആ വേർഡ് മീനിങ്സ് ആദ്യം പറയുന്നത്. അതിന്റെ റിഹാബിലിറ്റേഷൻ സർവീസസ്, അതായത് നമുക്ക് വീണ്ടും എന്തെങ്കിലും ഇപ്പൊ ചില പ്രോബ്ലംസ് അല്ലെ, ചില എന്തെങ്കിലും എന്താ പറയുക ഹെൽത്തി പ്രോബ്ലംസ് വരുന്നത് മാത്രമേ തന്നെ മെന്റലി പ്രോബ്ലംസ് എങ്ങനെയൊക്കെ നമുക്ക് അഫക്ട് ചെയ്യാം. ഇപ്പൊ സമഗ്രമായ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കോംപ്രിഹെൻസീവ് പറഞ്ഞാൽ സമഗ്രമായ. അപ്പൊ റിഹാബിലിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പുനരധിവാസം, അതായത് മനുഷ്യന്റെ ആ ഒരു പുനർജീവനം അല്ലെ. നമ്മുടെ എന്തെങ്കിലും ഡിസോർഡർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ നമുക്ക് അതിനുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ അനുവദിച്ച് നമ്മളുടെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ആക്കും. അപ്പൊ ആ റിഹാബിലിറ്റേഷൻ സർവീസസ് ഇതെല്ലാം കൂടിയാണ് പ്രധാനമായിട്ട് ആ സെന്റൻസിലേക്ക് വരാം. നിങ്ങൾ കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റിഹാബിലിറ്റേഷൻ സർവീസിന് മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സെന്റൻസിലേക്ക് വരാം. വിത്ത് ദിസ് കൺസെപ്റ്റ് the image of hospitals gradually become a good and they are being raised again from just being the center. അതായത് ആ സെന്റർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സെന്റർ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ വെറുതെ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറയുന്നത് വെറുതെ എന്താ ട്രീറ്റ്മെന്റിന് മാത്രമല്ല, പിന്നെ എന്തിനൊക്കെ കൂടിയാണോ സെന്റർ ഫോർ മെഡിക്കൽ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ടു എ ഫെസിലിറ്റി പ്രൊവൈഡിങ്. അത് എത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ആണ്, എന്തൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്, നമുക്ക് സമഗ്രമായോ അല്ലെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഹോസ്പിറ്റലിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പ്രിവെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ രോഗശമനം, അതിന്റെ റിഹാബിലിറ്റേഷൻ സർവീസ് വീണ്ടും നമ്മുടെ ജീവിതം വീണ്ടും മെച്ചപ്പെട്ടതാക്കാനുള്ള എല്ലാ തരത്തിലുള്ള സേവനങ്ങളും നിറഞ്ഞ ഹോസ്പിറ്റലുകളാണ് പ്രധാനമായിട്ടും എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ കൺസെപ്റ്റിന് ആ ആശയങ്ങൾക്ക് വ്യത്യസ്തം വന്നു എന്നാണ് എന്താ നമ്മുടെ ഹോസ്പിറ്റലിലെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ആദ്യം വന്ന ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കാലഘട്ടത്തിൽ ഹോസ്പിറ്റൽ നമ്മൾ പ്രിഫർ ചെയ്യുമ്പോൾ എല്ലാ കാര്യവും രോഗശമനം മാത്രമല്ല, വരാതിരിക്കാൻ രോഗങ്ങൾ അതിജീവിക്കാനായിട്ട് അല്ലെങ്കിൽ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ വീണ്ടും വീണ്ടും നല്ല ഒരു ഹെൽത്ത് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഈ പാരഗ്രാഫ് നിങ്ങൾ ഓക്കെ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണ് മിസ്. ഇത് ജിമെയിലിൽ വരത്തില്ലേ മിസ്? ഹലോ, അത് ക്വസ്റ്റ്യൻ ആൻസർ. ഹലോ മിസ്, PDF ജിമെയിലാണോ വരുന്നത്? PDF സംബന്ധമായ കാര്യങ്ങളെല്ലാം ടെക്നിക്കൽ തന്നെയാണ്, നിങ്ങൾ അവരായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മാനേജിങ് അവർക്ക് നിങ്ങൾക്ക് എന്തായാലും നമ്പേഴ്സ് ഒക്കെ തന്നിട്ടില്ലേ ഇവിടുന്ന്, എന്തായാലും അവരായിട്ട് ടീച്ചേഴ്സിന് ഓക്കെ നിങ്ങൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. ടീച്ചേഴ്സ് പൊതുവെ ക്ലാസ് എടുക്കാം, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ എന്താ പറയാ, എക്സാംസ് ഇതിപ്പോ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഒരു 5 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ മോക്ക് ടെസ്റ്റിന് അങ്ങനെയാണ് പറയുന്നത്.
അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ടീച്ചേഴ്സിന്റെ ഇതിലുള്ളത്. നിങ്ങൾക്കുമായി ബന്ധപ്പെട്ട മറ്റ് അയക്കുന്ന കാര്യങ്ങളും സംഭവങ്ങളും ഈ PDF-ഉമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞങ്ങളല്ലാതെ ടെക്നിക്കലായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് മാനേജിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതായിരിക്കും ഇത്തിരി കൂടി ബെറ്റർ. കാരണം അവരായിട്ടാണ് കൃത്യമായ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോ ഇതില് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇതില് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ അത്രയൊക്കെ പറയുന്നുള്ളൂ. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കൺസെപ്റ്റുകളാണ് പറഞ്ഞു പോകുന്നത്. ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽ നമുക്ക് നോക്കാം. എന്താണ് ഡെഫിനിഷൻ? ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷനെ കുറിച്ച് നോക്കാം. ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇൻജുർഡ് പീപ്പിൾ. നമ്മുടെ നേരത്തെ കൺസെപ്റ്റ് പോലെ തന്നെയുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. എന്താ ഇതിനകത്ത് പറയുന്നത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു സ്ഥാപനമാണ്. പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ, നമുക്ക് മെഡിക്കൽ ആയിട്ടും ഓപ്പറേഷൻ പോലത്തെയുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നഴ്സിംഗ് കെയർ എന്തിനു വേണ്ടിയിട്ടാണ് അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഫോർ എനി എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇൻജുർഡ് പീപ്പിൾ എന്തെങ്കിലും മുറിവുകൾ അങ്ങനത്തെ ചതവുകളോ എന്തൊക്കെ വരുമ്പോൾ അതിന്റെ ഓപ്പറേഷനോ അല്ലെങ്കിൽ അതിന്റെ നഴ്സിംഗ് കെയറോ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത്. ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇറ്റ്സ് പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇൻജുർഡ് പീപ്പിൾ. നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു സെന്റൻസ് ആണ് അല്ലെ. അതൊരു സിമ്പിൾ മീനിങ് ആണ്, സിമ്പിൾ ഡെഫിനിഷൻ ആണ്. വീണ്ടും അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. An institution that makes use of physicians, surgeons, and a team of technical staff in order to provide facilities for diagnosis, therapy, rehabilitation, prevention, education, and research. ഇതിലെ മീനിങ്ങിൽ എന്താ പറയുന്നത്? ഇതും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്, അതായത് സ്ഥാപനമാണ്. ഇതിലെന്താ പറയുന്നത്? ഫിസിഷ്യൻസ് അല്ലെ, ഡോക്ടേഴ്സ്, സർജൻസ് അല്ലെ, ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫുകൾ അല്ലെ. നമുക്കറിയാം പുതിയ പുതിയ സൗകര്യങ്ങൾ ടെക്നോളജികളൊക്കെ ഡെവലപ്പ് ചെയ്തതുകൊണ്ട് ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ അവയർനെസ് ഉള്ള സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് അറിയാം ഇന്നത്തെ കാലത്ത് എന്തും വളരെ സിമ്പിൾ ആയിട്ട് എന്താ പറയുന്നത്, സർജറി തന്നെ 2-3 തരത്തിലുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം കീബോർഡ് സർജറി ഉണ്ട്, അല്ലെങ്കിൽ റോബോട്ടിക് അസിസ്റ്റ് ചെയ്തിട്ടുള്ള സർജറി ഉണ്ട്, ഓപ്പൺ സർജറി ഒക്കെ ഉണ്ട്. അപ്പൊ അതില് ടെക്നിക്കൽ ആയിട്ടുള്ള ആ ഒരു എബിലിറ്റി സ്കിൽ നേടിയിരിക്കുന്ന ഡോക്ടേഴ്സിന്റെ ഒക്കെ സേവനം, അപ്പൊ ടെക്നിക്കൽ സ്റ്റാഫുകൾ അവിടെ മസ്റ്റ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റാഫുകൾ എല്ലാം കൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇൻ ഓർഡർ ടു പ്രൊവൈഡ്, അവരെന്താ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ ഫെസിലിറ്റി ചെയ്യുന്നത്? ഡയഗ്നോസിസ്, രോഗനിർണയം, തെറാപ്പി, റിഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അവര് തെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യും. അതേമാതിരി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പുനരധിവാസം അല്ലെ, രോഗിയുടെ വീണ്ടുമുള്ള നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യും. ദെൻ പ്രിവെൻഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പ്രതിരോധ മാർഗങ്ങൾ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും റിസർച്ചുകളും ഗവേഷണങ്ങളെല്ലാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടാണോ? ക്ലാസ്സിനോടൊപ്പം പോകണം അല്ല. അപ്പോ അത്തരം കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കണ്ടു, അതായത് സാധാരണ ഒരു രോഗി അല്ലെങ്കിൽ ഇൻജേർഡ് പേഴ്സൺസിന് കൊടുക്കുന്ന എന്താ പറയുക മെഡിക്കൽ കെയറോ അല്ലെങ്കിൽ നഴ്സിംഗ് കെയർ ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് കണ്ടു. വീണ്ടും അത് വേറൊരു ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. എന്താണ്? ഡോക്ടേഴ്സും ടെക്നിക്കൽ സ്റ്റാഫുകളും സർജൻസും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അവര് ഡയഗ്നോസിസ് ചെയ്യുന്നു അല്ലെ, രോഗനിർണയം നടത്തുന്നു, തെറാപ്പി ചെയ്യുന്നു, റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ പഠനങ്ങളൊക്കെ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 2 ഡെഫിനിഷൻ കണ്ടു. പിന്നെ നെക്സ്റ്റ് ഒരു മൂന്നാമത്തെ മീനിങ്ങിലേക്ക് നോക്കുമ്പോൾ, പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് പീപ്പിൾ അപ്ലൈ ദിയർ നോളജ് ആൻഡ് സ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് ആൻഡ് അപ്ലയൻസ്. നോക്കാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞു നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഇന്നോവേഷൻസ് ഉണ്ട് അല്ലെ. നമ്മള് എൻഡോസ്കോപ്പി പോലെയുള്ള മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താ പറയാ ഓപ്പൺ സർജറി ചെയ്യാതെ തന്നെ ഉള്ളിലെ അല്ലെ മനുഷ്യന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്ത് പഠിച്ച് കമ്പ്യൂട്ടറൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, എന്തൊക്കെയാണ് രോഗാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്?
ഓട്ടോമാറ്റിക്കലി അത് പഠിച്ച വ്യക്തികൾക്കേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് പീപ്പിൾ. ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതേ രീതിയിലുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയെടുത്തിരിക്കുന്ന വ്യക്തികള് അപ്ലൈ ചെയ്ത നോളജ്, അവരുടെ അറിവും ആൻഡ് സ്കിൽ, അവരുടെ കഴിവും വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റ്സ്. അത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെ, ചെറിയ ബുദ്ധിമുട്ടേറിയ എക്യുപ്മെന്റ്സ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാനും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ടൊക്കെ ഇതുകൊണ്ട് സാധിക്കും അല്ലെ. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആ ഒരു എക്യുപ്മെന്റ്സ് കൊണ്ടാണ് അതൊക്കെ സാധിക്കുന്നത്. അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള നോളജ് ഉള്ള പീപ്പിൾസ് ആണ് ഇവിടെ ഹോസ്പിറ്റലിൽ മെയിൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഫോർ ദ പേഷ്യന്റ്. അവരുടെ പേഷ്യന്റിന്റെ കൂടുതൽ നല്ലൊരു സംരക്ഷണത്തിലേക്ക് വേണ്ടിയിട്ട് അവരത് വിനിയോഗിക്കുന്നു. അവരതിന്റെ ആ കാര്യങ്ങൾ, ആശയങ്ങളെല്ലാം അഡോപ്റ്റ് ചെയ്യും അല്ലെ. ഹോസ്പിറ്റൽസ് ഈസ് എ പ്ലേസ് ഫോർ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ ഇൽസ് ആൻഡ് ബ്രിങ്ങിങ് ബാക്ക് ദ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് ദോസ് ടെമ്പററിലി പ്രിവെന്റഡ് ഫ്രം ദ എൻജോയിങ് ദീസ്. അതായത് അവർക്ക് വീണ്ടും അല്ലെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ എപ്പോഴും നമുക്കൊരു ഫീലിങ്സ് കൂടി അല്ലെ, എന്തെങ്കിലും രോഗം വരുമ്പോഴേ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അതെങ്ങനെയാ അതൊന്ന് കഴിയാ ആ ഒരു എന്താ പറയാ രോഗാവസ്ഥയിൽ നിന്ന് മോചനം നേടിയാൽ നമുക്ക് വീണ്ടും എൻജോയ് ഉള്ള ഡേയ്സിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഇതിലേക്ക് ടേൺ ബാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ചെയ്യുന്നവരാരാ? ഈ ഡോക്ടേഴ്സും അല്ലെങ്കിൽ അവരുമായി ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ കഴിവുള്ള കുറെ വ്യക്തികളൊക്കെയാണ്. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികളുടെ സേവനങ്ങളാണ് ഇവിടെ ഹോസ്പിറ്റലിൽ നടക്കുന്നത് എന്നുള്ളത് കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കും. ഹോസ്പിറ്റൽ ഈസ് എ പ്ലേസ് ഫോർ ദ ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് ഓഫ് ഹ്യൂമന്റെ മനുഷ്യന്റെ രോഗാവസ്ഥയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു ആൻഡ് ബ്രിങ്ങിങ് ബാക്ക് ദ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ദോസ് ടെമ്പററിലി പ്രിവെന്റഡ് ഫ്രം ദ എൻജോയിങ് ദീസ്. അങ്ങനെ നമുക്ക് എന്താ പറയുക ആ പ്രോബ്ലംസ് കുറച്ച് നാളുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകൾ അല്ലെ, വിഷമങ്ങൾ, ആ രോഗാവസ്ഥയിൽ നിന്ന് മാറി നമുക്ക് എൻജോയിങ് ഡേയ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് എന്ത് പറയുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2-3 ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കി. സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു ഡെഫിനിഷൻ വീണ്ടും അവയെ കുറച്ചും കൂടി അല്ലെ ഇതിനും കൂടി എന്താ പറയുക ഡയഗ്നോസിസിന് തെറാപ്പിക്കൊക്കെ വേണ്ടിയിട്ടുള്ള മനസ്സിലാക്കി. വീണ്ടും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവർ പ്രൊഫഷണലി ടെക്നിക്കലി സ്കിൽഡ് പീപ്പിൾസുമായി ബന്ധപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് വ്യക്തികളെ വീണ്ടും നല്ലൊരു ആ ഒരു ഇതിലേക്ക് വീണ്ടും നല്ലൊരു എൻജോയ്മെന്റ് മൂഡിലേക്ക് ആക്കി മാറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് കൺസിഡർ ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഡെഫിനിഷൻസ് മനസ്സിലായോ? ഓക്കെ, നമുക്ക് എന്താ പറയുക ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ പോകേണ്ട കാര്യമുള്ള നെക്സ്റ്റ് കുറെ ചാപ്റ്റേഴ്സുകളൊക്കെ കുറെ പേജസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്തിരി ടൈം എടുക്കേണ്ടി വരും. ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്തിരി തന്നെ ഇങ്ങനെ തന്നെ പോകുന്നത്. എന്തായാലും ഒരു ലാസ്റ്റ് പാരഗ്രാഫ് കൂടിയേ ഉള്ളൂ. അപ്പൊ കണ്ടിന്യൂ ചെയ്യാലോ, കുഴപ്പമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് വീണ്ടും പറയുന്നത് എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO ഡെഫിനിഷൻ നമുക്കറിയാം. എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ? നമ്മുടെ ഗ്ലോബലി അല്ലെ, നമ്മൾക്ക് ലോകമെമ്പാടുമുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും അല്ലെ, ഈ WHO കുറെ മെമ്പേഴ്സ് ഉള്ള രാജ്യങ്ങളുണ്ട്. അപ്പൊ ഒരുപാട് മെമ്പർഷിപ്പ് ഉള്ള രാജ്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള വലിയൊരു സംഘടനയാണ്. ഗ്ലോബലി ആയിട്ടുള്ള ഒരു സംഘടനയാണ് എന്ത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് എന്ത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അവരുടെ ഡെഫിനിഷൻ എന്താന്ന് നോക്കാം. A hospital is an integral part of a medical and social organization. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവിഭാജ്യ ഘടകമാണ് ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റൽ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. എല്ലാ സംഘടനയ്ക്കും മുന്നില് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്ഥാപനമാണ് ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. The function of which is to provide for the population complete health care, both curative and preventive, and whose output service reach out to the family. ഒരു വലിയ സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് പോവാം. The function of which is to provide for the population. എന്തിനു വേണ്ടിയിട്ട് ഇവരുടെ ഫംഗ്ഷൻ, ഇവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്? മൊത്തത്തില് നമ്മുടെ ജനങ്ങൾക്ക് മൊത്തത്തിലുള്ള കംപ്ലീറ്റ് ഹെൽത്ത് കെയർ, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല ഒരു ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ്, പ്രവർത്തനങ്ങളാണ് എവിടെ ഉണ്ടാവുന്നത്? എന്താ പറയുക ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നത്. ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആൻഡ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യൂറേറ്റീവ് എന്ന് വെച്ചാൽ രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് അല്ലെ,
ആൻഡ് പ്രിവെന്റീവ് എന്ന് വെച്ചാൽ രോഗം വരാതെ തടയുന്ന ഒരു കാര്യം. ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് റീച്ച് ഔട്ട് ടു ദ ഫാമിലി. അതിന്റെ സർവീസ് എന്ന് പറയുന്നത് എന്താണ്, ഫാമിലിയെ വരെ എത്തും അല്ലെ. നമുക്കറിയാം ഇപ്പൊ ജനറ്റിക് ആയിട്ടുള്ള ഡിസീസസ് കൂടുതലാണ് അല്ലെ. ഇപ്പൊ കാലഘട്ടത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, മിക്കവാറും അവര് ഡോക്ടേഴ്സ് ആദ്യം തന്നെ ഹിസ്റ്ററി ചോദിക്കുന്ന പാരന്റ്സിന്റെ ഹിസ്റ്ററി നമ്മളോട് ചോദിക്കും. കാരണം ജനറ്റിക് ആയിട്ടുള്ള ഡിസീസസ് കടന്നു വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. അപ്പൊ അതെന്താണ്, അത്തരത്തിലുള്ള സാധ്യതകൾ എവിടേക്ക് ഫാമിലി വരെ നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഹോം എൻവയൺമെന്റ്, നമ്മുടെ വീടിന്റെ എല്ലാ ചുറ്റുപാടത്തും വ്യാപിക്കേണ്ടതുണ്ട്. ദ ഹോസ്പിറ്റൽ ഈസ് ഓൾസോ സെന്റർ ഫോർ ട്രെയിനിങ് ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് ബയോസോഷ്യൽ റിസർച്ച്. അപ്പോ എന്താ പറയുന്നത്, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സെന്റർ ആണ്. എന്തിനു വേണ്ടിയിട്ട്, ട്രെയിനിങ്, ഹെൽത്ത് വർക്കേഴ്സിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ റിസർച്ചിന് എന്തെങ്കിലും ഗവേഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ കൂടിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. അപ്പോ ഹോസ്പിറ്റൽ, അതായത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതാണ് അവിടെ പറയുന്നത് 1957 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫോം ചെയ്തത്. അപ്പോ ആ ഒരു ഓർഗനൈസേഷനിൽ എന്താ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ ഈസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. അതൊരു അവിഭാജ്യ ഘടകമാണെന്നുള്ള കാര്യം എടുത്തു പറയുന്നു. പിന്നെ എന്താ പറയുന്നത്, ദ ഫങ്ഷൻ ഓഫ് വിച്ച് ഈസ് പ്രൊവൈഡ് ഫോർ ദ പോപ്പുലേഷൻ. അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്, മൊത്തത്തിലുള്ള പോപ്പുലേഷൻ അല്ലെ, ജനങ്ങളുടെ മൊത്തത്തിലുള്ള ആ ഒരു ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ബോത്ത് ക്യൂറേറ്റീവ്, ഒരു രോഗനിർണയം അല്ലെങ്കിൽ രോഗത്തിന്റെ ആ രോഗശമനം, ക്യൂറേറ്റീവ് രോഗശമനം, അല്ലെങ്കിൽ അതിന്റെ പ്രിവെന്റീവ്, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം. നമുക്കറിയാലോ ഹെൽത്ത് സംഘടന WHO നിലവിൽ ഇങ്ങനെ റിപ്പോർട്ട് പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങൾ ഇവിടെയൊക്കെ രോഗാവസ്ഥ ഇത്രയും കോവിഡിന്റെ സമയത്തൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് റിപ്പോർട്ടുകൾ WHO കിട്ടും. എന്താണ്, അവര് ആ രാജ്യത്തിൽ ഇത്രയും റിപ്പോർട്ട് ചെയ്തു, ഈ രാജ്യത്ത് ഇത്രയും റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ. പെട്ടെന്ന് നമ്മൾ അങ്ങനെയാണ് WHO കുറിച്ച് കൂടുതൽ എന്താ പറയാ, കോവിഡിന്റെ ടൈമിലൊക്കെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാറ്. പക്ഷെ ചില രോഗങ്ങൾ രാജ്യങ്ങൾ എടുത്തു പറയുന്നത് WHO വഴിയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് വേൾഡ് വൈഡ് ആയതുകൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കാം, അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള പോപ്പുലേഷനെയാണ്, മൊത്തത്തിലുള്ള ജനങ്ങളുടെ രോഗനിർണയം അല്ലെങ്കിൽ രോഗത്തിന്റെ പരിചരണം, അതേപോലെ തന്നെ രോഗം വരാതിരിക്കാനുള്ള തടയാനുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഫാമിലി, നമ്മുടെ എന്താ പറയുക, നമ്മുടെ മൊത്തത്തില് ഒരു വ്യക്തിയുടെ രോഗനിർണയം എന്ന് പറയുന്നത് ഫാമിലിയുമായി ബന്ധപ്പെട്ടതാവാം. ദെൻ നെക്സ്റ്റ് എന്താണ്, വീണ്ടും അതേക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അല്ലെ. ഹെൽത്ത് വർക്കേഴ്സിന് കൂടുതൽ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ റിസർച്ച്, എന്തെങ്കിലുമൊക്കെ ഗവേഷണങ്ങളൊക്കെ നടത്താൻ പറ്റേണ്ട ഒരു സ്ഥാപനം കൂടിയാണെന്ന് വിലയിരുത്തുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ. ഈ ഡെഫിനേഷനിൽ എന്താണ്, വേൾഡ് ആയതുകൊണ്ട് എന്താണ് മൊത്തത്തിൽ ഈ ഒരു അവയർനെസ് കൊടുക്കുകയാണ്. അതായത് അവിടുത്തെ ഇൻഫോർമേഷൻസ്, എല്ലാ രാജ്യങ്ങളുടെ ഇൻഫോർമേഷൻസ് ബേസ് ചെയ്തിട്ടാണ് കുറച്ച് എന്താ പറയുക വാക്സിൻസും അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാനും എല്ലാത്തിനുള്ള തീരുമാനങ്ങളെല്ലാം കൊടുക്കാനായിട്ട് ഇവരാണ് കൂടുതൽ മുന്നിൽ വരിക. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ചരിത്രം അല്ലെങ്കിൽ മറ്റു കൺട്രികളുടെ എല്ലാ ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്താ പറയുക സെൻസസും കാര്യങ്ങളും എല്ലാം അവർ ക്ലിയർ ഔട്ട് ആയി ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ രാജ്യത്ത് നല്ല ഹെൽത്ത് പൊസിഷൻ ആണ്, അല്ലെങ്കിൽ അവിടെ ഇത്രയും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് ഹെൽത്തിന്റെ കാര്യത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും. അതെന്തുകൊണ്ടാണ് ഇത് ഈ വർക്കേഴ്സിന് ട്രെയിനിങ് അല്ലെങ്കിൽ റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇതിന്റെ ബേസിലായതുകൊണ്ടാണ്. ചില കളക്ഷൻ ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കുമല്ലേ, ഹോസ്പിറ്റലിൽ നിന്നാണ് നിങ്ങളത് കൂടുതൽ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മിസ് ഇത് കട്ടായോ? മിസ് ലെഫ്റ്റ് ആയോ? അത് മിസ് ലെഫ്റ്റ് ആയി തോന്നുന്നു. മിസ് പോയ ഇനി അടുത്ത ക്ലാസ് തുടങ്ങാറായി കാണും. അത് 12 മണി വരെ ഇല്ലേ നമുക്ക്? അതെ, അടുത്തതുണ്ട് 10:30 തൊട്ട് 11:30 വരെ ഒരു ക്ലാസ്. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്. അങ്ങനെയാണ്. ഇല്ല, 1.5 മണിക്കൂറല്ലേ നമുക്ക് ക്ലാസ്? അതെ 1.5 മണിക്കൂർ തന്നെയാണ്. പക്ഷെ അടുത്തത് വേറൊരു മിസ്സും കൂടെ, രണ്ടുപേരാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ്. ആണോ? അപ്പൊ ഇത് പോകുമ്പോ പറയൂലേ
പറയൂ. അവരത് എന്തോ ടെക്നിക്കൽ എന്തോ ഇതായിട്ടായിരിക്കും 11:30 വരെ ഉണ്ട്. 11:30 ആയില്ലല്ലോ. 11:30 വരെ അല്ലേ ഫസ്റ്റ് ക്ലാസ്. വന്നെന്ന് തോന്നുന്നു. ഹലോ, 5 മിനിറ്റ്സും കൂടി. ഹലോ, നിങ്ങള് പെട്ടെന്നൊന്ന് ബ്രേക്ക് ചെയ്ത് പോയതാണ്. എന്റെ ടൈം ഏതാണ്ട് എന്താ പറയാ തീരാറായി. എനിക്കൊരു 5 മിനിറ്റ് കൂടി ഉണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാട്ടോ. ഈ ടൈമില് എന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷന്റെ നമ്മുടെ ചാപ്റ്റർ കഴിയാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഞാനിപ്പോ എല്ലാവരും ഇന്ന് പെട്ടെന്ന് എല്ലാവരും കൂടി സംസാരിച്ചതിനെ കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ട് വന്ന് അപ്പൊ നിങ്ങൾക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് സംസാരിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ട് മാഡം. ഇല്ല. മിസ്സിന്റെ നെയിം പറയോ. മാഡം ഒരു ഡൗട്ട്. ചോദിച്ചോളൂ. WHO ഫോം ചെയ്തത് 1948 മാഡം? ആയിരിക്കും കേട്ടോ. ഇതിന്റെ ഈ ഡെഫിനിഷന്റെ ഇതിൽ കൊടുത്തേക്കുന്നതായിരിക്കും. ഇനി WHO ഫോം ചെയ്തത് 1948 ആണോ നോക്കിയിട്ടാണോ ഡിസ്കസ് ചെയ്തിട്ട് നോക്കിയിട്ട് പറയാം. ഓക്കെ. WHO ഒരുപാട് എന്താ പറയാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡേറ്റ് എനിക്ക് ക്ലിയർ ഔട്ട് ആയിട്ടില്ല. ഇന്നത്തെ ഒരു ബ്രാക്കറ്റിൽ ഒരു ഇയർ കൊടുത്തത് കൊണ്ട് ഞാൻ അത് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഡെഫിനിഷൻ ഓക്കെയാണ്. നമ്മൾ എന്താ പറയാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അതായത് WHO നമുക്കറിയാം അല്ലെ ഗ്ലോബലി ആയിട്ടുള്ള ഇതാണ്. കുറെ കാര്യം യുനെസ്കോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഇയർ ഇനി മാറിപ്പോയതാണോന്ന് അറിയില്ല. എനിവേ അത് ക്ലിയർ ചെയ്തിട്ട് പറയാം. മിസ് നെയിം ഒന്ന് പറയോ. എന്റെ പേര് സോളി, SOLY. ഓക്കെ. ഇവിടെ പറയുന്നുണ്ട് 7th April 1948. നമ്മൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ അറിവ് ക്ലിയർ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഇയർ എന്തിന്റെ ബേസിലാണെന്നൊന്ന് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പറയാം. ചിലപ്പോൾ ഞാൻ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇട്ടതാണോ എന്ന് അറിയില്ല. ഓക്കെ ഓക്കെ അതൊന്ന് ക്ലിയർ ചെയ്തേരണേ. ഓക്കെ ക്ലിയർ. എനിവേ എന്തൊക്കെയാ വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്റെ ക്ലാസ്സില്? സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല മിസ്. ഡെഫിനിഷൻ കൊണ്ടുവന്ന ഇയർ ആണോ? ഓക്കെ. ഞാൻ നോക്കിയിട്ട് എന്തായാലും പറയാട്ടോ. എനിക്ക് തോന്നുന്നു ഡെഫിനിഷൻ കൊണ്ടുവന്ന ഇയർ ആയിരിക്കും. കാരണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ശരിയാണ് ഈ പറഞ്ഞോളാം. ഞാനും 48 തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ എടുത്തു പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അത് തന്നെയായിരിക്കാം. ചിലപ്പോൾ ഡെഫിനിഷൻ കൊണ്ടുവന്ന ഇയർ തന്നെയായിരിക്കും. ഞാൻ PSCക്ക് പ്രിപ്പയർ ചെയ്തപ്പോ അങ്ങനെ കണ്ടു 1948 സ്വിറ്റ്സർലൻഡിൽ നിന്നാണ്. ഓക്കെ സ്വിറ്റ്സർലൻഡ് ആണ്. നമ്മള് ജനീവ അങ്ങനെ ഓരോന്നുണ്ടല്ലോ. ജനീവയിലും അവിടെ ഇവിടെയൊക്കെ ഫോം ചെയ്ത് യുനെസ്കോ ആണെങ്കിലും ഇതൊക്കെയുണ്ട്. അപ്പൊ നമുക്ക് അറിയാതെ തന്നെയായിരിക്കും. എനിവേ ഞാൻ നോട്ട് ചെയ്തോ. പിന്നെ എന്തെങ്കിലും എനിക്ക് മാറ്റങ്ങൾ വരുത്തേണ്ട അഡ്വൈസ് ചെയ്യാം. 1951-57 കാലഘട്ടങ്ങളിലാണ് സാമ്പത്തികമായിട്ടും സാങ്കേതികപരമായിട്ടും WHO നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. കുറച്ചും കൂടി അവര് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കാലഘട്ടമാണത്. ഈ പറയുന്ന പോലെ ഡെഫിനീഷൻ ആയിട്ട് WHO മാറിയത് 51-57 ആ കാലഘട്ടത്തിലാണ്. ഓക്കെ. അത് തന്നെയാ അപ്പൊ ക്ലിയർ ആവുന്നത്. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. ഡെഫിനിഷൻ കൊണ്ടുവന്ന ഇയർ ആയിരിക്കും അവര് നോട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഡെഫിനിഷൻ ആണല്ലോ പഠിച്ചത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ എന്നുള്ള ഹെഡിങ് ആണ് പഠിച്ചത്. അപ്പൊ അതിലാണ് എന്താണ് 1957 എന്ന ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ മിക്കവാറും ഡെഫിനിഷൻ രൂപീകൃതമായതുമായി ബന്ധപ്പെട്ട ഇയർ ആയിരിക്കും തന്നിരിക്കുന്നത്. 1948 എന്ന് പറഞ്ഞാൽ WHO ഫോം ചെയ്ത ഇയർ തന്നെയായിരിക്കും. അപ്പോ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ. പിന്നെ ഓക്കെ വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലിനെ കുറിച്ച് പഠിക്കാം. ഞാൻ ഇന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചത്. പക്ഷെ നമുക്കൊരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്നതുകൊണ്ട് നല്ല ഫ്ലോയില് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് എടുക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഓക്കെയാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് ക്ലിയർ ചെയ്യാട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ല, എല്ലാവരും വർക്ക് ചെയ്യുന്നവരുണ്ടാവില്ലേ? നിങ്ങൾക്ക് ടൈം കുറച്ചു പേർക്ക് എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിവേ നിങ്ങൾ മിക്കവാറും ക്ലാസ് എന്തായാലും ഉണ്ടാവുമായിരിക്കും. അപ്പോ നിങ്ങൾക്ക് അത് ക്ലിയർ ഔട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു മാം. ഓക്കെ മാം.
ഓക്കെ മാം, താങ്ക് യു. Thank you, ma'am. ക്ലാസ് ഉണ്ടോ? താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ ഓക്കെ താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.